കോഴിക്കോട് മിഠായി തെരുവിന് സമീപമുള്ള മൊയ്തീൻ പള്ളി റോഡിൽ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. മൊബൈൽ ഷോപ്പിന്റെ സൺഷെയ്ഡും മേൽക്കൂരയുമാണ് തകർന്നു വീണത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്? ഷഹദ് റഹ്മാൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കോഴിക്കോട് മിഠായി തെരുവിന് സമീപമുള്ള മൊയ്തീൻ പള്ളി റോഡിൽ ആണ് കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്നു വീണത്. ഷഹദ്, വിവരങ്ങൾ. ഇന്ന് വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ സൺഷെയ്ഡ് തകർന്നു വീണിട്ടുള്ളത്. ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണ്. ഏകദേശം 50 വർഷത്തിലധികമായി ഈ കെട്ടിടം ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിനു മുൻപ് തന്നെ, അതായത് കോഴിക്കോട് വലിയങ്ങാടിയിൽ ഈ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവിടെയുള്ള വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ വ്യാപാരികളും എല്ലാവരും ചേർന്ന് ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്നതാണെന്നും ഇത് പൊളിച്ചു മാറ്റണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടതാണ്. ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ഇതിന് കുഴപ്പങ്ങളില്ല എന്നാണ് അന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കെട്ടിടമാണ് ഇപ്പോൾ ഇന്ന് തകർന്നു വീണിട്ടുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരികൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച കെട്ടിടം അതിന് കുഴപ്പമില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അത് പറഞ്ഞ് 2 മാസമാകുന്നതിന് മുൻപ് തന്നെ ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് സംഭവം. ഈ കട ഒരു മൊബൈൽ ഷോപ്പാണ്. അതായത് ഇതിന്റെ മുകൾ വശം ഒന്നും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. പണ്ട് കോഴിക്കോട് മിഠായി തെരുവിൽ പടക്കക്കടയിൽ അപകടമുണ്ടായ ഘട്ടത്തിൽ അന്ന് ഈ കെട്ടിടത്തിലേക്കും അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം അതിന് വലിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്നാൽ താഴത്തെ നില ഈ കെട്ടിടത്തിന്റെ ഉടമ വാടകയ്ക്ക് നൽകുകയും അവിടെ മൊബൈൽ ഷോപ്പ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കടയാണ് ഇന്ന് കടയുടെ മുൻഭാഗം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭാഗ്യമെന്ന് പറയട്ടെ, ആർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ കട പൂർണ്ണമായിട്ടും അടയ്ക്കുകയും ഒപ്പം തന്നെ അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും എന്ന് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ഓക്കെ, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.